നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ക്രിസ്ത്യൻ സഭകൾ കടന്നുപോകുന്നത് വലിയ വെല്ലുവിളികളോടെയെന്ന് മറാവ തൃതീയൻ. രോഗിയുമായി ആശുപത്രിയിലേക്ക് പോയ ആംബുലൻസ് നിയന്ത്രണം തെറ്റി വീടിന്റെ മതിലിൽ ഇടിച്ചുകയറ്റി അപകടം. നഴ്സുമാരുടെ ന്യായമായ തൊഴിൽ സമരത്തെ വർഗീയവൽക്കരിക്കുകയാണ് തൃശൂർ അതിരൂപതയെന്ന് യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ. പരിശീലനം പൂർത്തിയാക്കിയ 60 സബ് ഇൻസ്പെക്ടർമാരുടെ കൂടെ പോലീസ് സേനയിലേക്ക് പരിശീലനാർത്ഥികളുടെ പാസിംഗ് ഔട്ട് പരേഡ് നടത്തി. വാർത്തകൾ വിശദമായി. നഴ്സുമാരുടെ ന്യായമായ തൊഴിൽ സമരത്തെ വർഗീയവൽക്കരിക്കുകയാണ് തൃശൂർ അതിരൂപതയെന്ന് യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ. എത്ര തെറ്റിദ്ധരിപ്പിച്ചാലും ജീവിത സമരം വിജയം കാണുക തന്നെ ചെയ്യുമെന്നും UNA. മിനിമം വേതനം എന്ന ആവശ്യവുമായി നഴ്സുമാർ സമരം ആരംഭിക്കുമ്പോൾ 27 ആശുപത്രികളായിരുന്നു കരാറിൽ എത്താതിരുന്നത്. എന്നാൽ ഇനി അവശേഷിക്കുന്നത് അമല ജൂബിലി ആശുപത്രികൾ മാത്രമാണ്. ഈ സാഹചര്യത്തിലാണ് ജൂബിലി ആശുപത്രിയുടെ ചെയർമാൻ കൂടിയായ തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പിന്റെ ഹൌസിന് മുന്നിലടക്കം സമരം നടത്തേണ്ടി വന്നത്. ഇതിനെ സഭയ്ക്കെതിരെ എന്ന നിലയിൽ വർഗീയവൽക്കരിച്ചും 60,000 രൂപ വരെ ശമ്പളം നൽകുന്നു എന്നും പറഞ്ഞ് എല്ലാവരെയും തെറ്റിദ്ധരിപ്പിക്കുകയാണ്. എത്ര തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചാലും യാഥാർത്ഥ്യം ജനത്തിന് മനസ്സിലാകും. ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാൻ പരിശ്രമിക്കുന്നതിന്റെ 4/1 ശ്രമം മാത്രം മതി സമരം അവസാനിപ്പിക്കാൻ. എന്നാൽ ചർച്ചയ്ക്ക് പോലും തയ്യാറാകുന്നില്ല. തങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ്, അതല്ലെങ്കിൽ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകുമെന്ന് UNA വ്യക്തമാക്കി. ആശുപത്രി മാനേജ്മെന്റുകൾക്കെതിരെ UNAയുടെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ പ്രകടനവും പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചു. ജൂബിലി ആശുപത്രി പരിസരത്തു നിന്നും പ്രകടനമായി എത്തി കിഴക്കേക്കോട്ടയിൽ സമാപിച്ചു. തുടർന്ന് UNA സംസ്ഥാന പ്രസിഡന്റ് ഷോബി ജോസഫ് യോഗം ഉദ്ഘാടനം ചെയ്തു. നഴ്സിംഗ് ട്യൂട്ടേഴ്സ് സംഘടനാ സംസ്ഥാന സെക്രട്ടറി നിത, UNA സംസ്ഥാന സെക്രട്ടറി അജയ് വിശ്വംഭരൻ, ദേശീയ സെക്രട്ടറി സുദീപ് എന്നിവർ സംസാരിച്ചു. 100 കണക്കിന് നഴ്സുമാർ അണിനിരന്നു. നേരത്തെ ബിഷപ്പ് ഹൌസിലേക്ക് മാർച്ച് നിശ്ചയിച്ചിരുന്നെങ്കിലും അതിൽ നിന്നും സംഘടന പിൻവാങ്ങി. അതേസമയം ജൂബിലി അമല ആശുപത്രികൾക്ക് മുന്നിലുള്ള നഴ്സുമാരുടെ സമരം തുടരുകയാണ്. മുൻപ് ഈ ഏറ്റവും കൂടുതൽ ശമ്പളം കൊടുക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ഈ സ്ഥാപനത്തിലെ പോലും ശമ്പളം 3000 രൂപ 2000 രൂപ താഴെയായിരുന്നു. ഈ ക്രിസ്ത്യൻ മാനേജ്മെന്റുകളിൽ മിക്ക ക്രിസ്ത്യൻ മാനേജ്മെന്റുകളുടെ ആശുപത്രികളിലും അങ്ങോട്ട് കാശ് കൊടുക്കണമായിരുന്നു ജോലി ചെയ്യണമെങ്കിൽ. അവിടെ നിന്നാണ് നിരന്തരമായ സമരങ്ങളിലൂടെയും പോരാട്ടങ്ങളിലൂടെയും നമ്മൾ ഈ നിലയിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. കേവലം ഒരു തൊഴിൽ സമരത്തെ വർഗീയവൽക്കരിച്ചുകൊണ്ട് അവർക്ക് എത്ര നാൾ പിടിച്ചു നിൽക്കാൻ സാധിക്കും? കാരണം നമ്മൾ എപ്പോഴും പറയുന്നു, ഏറ്റവും മെജോറിറ്റി മേഖലയിലുള്ളത് ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെടുന്ന നഴ്സുമാരാണ്. അപ്പോൾ നിങ്ങൾ ആരെ തെറ്റിദ്ധരിപ്പിക്കാൻ സാധിക്കും? നിങ്ങൾക്ക് ഈ സമരത്തിലിരിക്കുന്ന, ഈ സമരത്തിന് വേണ്ടി ഈ വെയിലും കൊണ്ട് കഷ്ടപ്പെട്ട് ഈ വെയിലത്ത് ഇരിക്കുന്ന നഴ്സുമാരെയോ അതെയോ അവരുടെ കുടുംബാംഗങ്ങളെയോ? കാരണം ഏറ്റവും വലിയ ശമ്പളം കൊടുക്കുന്നു, 60,000 അതിന് മുകളിലോട്ടേക്ക് ശമ്പളം കൊടുക്കുന്നു എന്നുള്ള പ്രചരണങ്ങളാണ് മാനേജ്മെന്റുകൾ പടച്ചുവിട്ടുകൊണ്ടിരിക്കുക. 60,000 രൂപ ശമ്പളം മേടിക്കുന്ന ഒരു നേഴ്സ് പോലും ഈ കൂടെ ഇരിപ്പില്ല എന്ന് എനിക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും. അപ്പോ ഇവരാരെ തെറ്റിദ്ധരിപ്പിക്കണമെന്ന ആഗ്രഹമാണോ നിങ്ങൾക്കുള്ളത്? ഇതെന്താണെന്ന് നിങ്ങൾ മനസ്സിലാകുന്നില്ല. കാരണം 1 മാസം കഴിഞ്ഞു, 2ാം മാസത്തിലേക്ക് കടന്നിരിക്കുക സമരം. അതിനിടയ്ക്ക് വർഗീയത പ്രചരിപ്പിക്കുവാനും ഈ സമരത്തെ അടിച്ചമർത്തുവാനും ഇവരെടുക്കുന്ന എഫേർട്ടിന്റെ 4/1 വേണ്ട ഈ സമരം ഇന്നിവിടെ അവസാനിപ്പിക്കാൻ, അല്ലെങ്കിൽ അത് തീർപ്പാക്കാൻ. ക്രിസ്ത്യൻ സഭകൾ കടന്നുപോകുന്നത് വലിയ വെല്ലുവിളികളിലൂടെയെന്ന് മറാവ തൃതീയൻ. പൗരസ്ത്യ കൽദായ് സുറിയാനി സഭ ആഗോള പരമാധ്യക്ഷന്മാർ ആവ തൃതീയൻ പാത്രിയർക്കീസ് സഭകൾ തമ്മിലുള്ള ഐക്യത്തിനു വേണ്ടി എപ്പോഴും ശ്രമിക്കണമെന്ന് അഭിപ്രായപ്പെട്ടു. കേരളത്തിൽ സഭകൾ തമ്മിൽ വളരെ നല്ല എക്യുമെനിക്കൽ ബന്ധം നിലനിൽക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ടെന്നും വിശുദ്ധമാർ അബിമലേക് തിമത്യോസിന്റെ ഓർമ്മ തിരുനാളും പൗരസ്ത്യ കൽദായ് സുറിയാനി സഭയുടെ ഇന്ത്യയിലെ ദിവംഗതരായ പിതാക്കന്മാരുടെ ഓർമ്മ ദിനത്തോടനുബന്ധിച്ചുള്ള അനുസ്മരണ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു. മറൌഗിൻ കുര്യാക്കോസ് മെത്രാപ്പോലിത്ത അധ്യക്ഷത വഹിച്ചു. തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മറാൻഡൂസ് താഴത്ത്, സഹായ മെത്രാൻമാർ ടോണി നീലങ്കാവിൽ, മോർ കുര്യാക്കോസ് സെവേറിയസ് മലങ്കര സുറിയാനി ക്ലാനായ അതിരൂപത, സിറിൽ മാർ ബസേലിയോസ് മലബാർ സ്വതന്ത്ര സുറിയാനി സഭ, ഡോക്ടർ ഗീവർഗീസ് മാർ യൂലോസ് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ NCCI പ്രസിഡന്റ്, ഡോക്ടർ മാത്യൂസ് മാർ മെക്കാറിയോസ് മാർ തോമസ് സുറിയൻ ചർച്ച്, കുര്യാക്കോസ് മോർ ക്ലിമീസ് മലങ്കര യാക്കോബൈറ്റ് സിറിയക് ഓർത്തഡോക്സ് ചർച്ച്, മാർ പൗലോസ് ബെഞ്ചമിൻ അസീറിയൻ സിറിയൻ ചർച്ച് ഓഫ് ദി ഈസ്റ്റേൺ
USA, Mar Benjamin Elia, Assyrian Syrian Church of the East, Victoria and New Zealand, വികാരി ജനറൽ ഫാദർ ജോസ് ജേക്കബ് വേങ്ങശ്ശേരി എന്നിവർ പ്രസംഗിച്ചു. കാൽഡിയൻ സിറിയൻ NHS സ്കൂളിൽ സെന്റിനറി പ്രോജക്ട്, മാർ തിമോത്തിയൂസ് രണ്ടാമൻ മെമ്മോറിയൽ ഓഡിറ്റോറിയം പ്രോജക്ട്, സ്കൂൾ ടർഫ് ഗ്രൗണ്ട്, സ്പോർട്സ് കോംപ്ലക്സ് പ്രോജക്ട്, മറാവ ആർക്കേഡ് എന്നിവയുടെ ഉദ്ഘാടനം നടന്നു. മാർത്തമറിയം വലിയപള്ളി കത്തീഡ്രലിൽ മറാവ തൃതീയൻ കത്തോലിക്കാസ് പാത്രിയർക്കീസിന്റെ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാനയും, പള്ളി അങ്കണത്തിൽ കുരുവിളച്ചൻ പള്ളിയിലുള്ള വിശുദ്ധന്റെ കബറെങ്കൽ ധൂപപ്രാർത്ഥനയും, ദിവംഗതരായ സഭാപിതാക്കന്മാരുടെ അന്യത ശുശ്രൂഷയും നടന്നു. സമൂഹ സദ്യയിൽ 20,000-ലേറെ പേർ പങ്കെടുത്തു. അവാർഡ് ദാനത്തിൽ മലങ്കര മാർത്തോമ സഭയിലെ വികാരി ജനറൽ ഡോക്ടർ ഷാം പി തോമസിന് വൈദിക ശ്രേഷ്ഠ പുരസ്കാരം സമ്മാനിച്ചു. 1,00,000 രൂപയും പ്രശസ്തി പത്രവുമാണ് പുരസ്കാരം. മാർ ആവ തൃതീയൻ കത്തോലിക്സ് പാത്രിയർക്കീസ് സന്ദേശം നൽകി. മന്ത്രി കെ രാജൻ, മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ, അബി ജെ പൊന്മണിശ്ശേരി എന്നിവർ പ്രസംഗിച്ചു. ഓർമ്മ തിരുനാളിന്റെ ഭാഗമായി യൂത്ത്, വുമൺ, യൂത്ത് കേന്ദ്ര സംഘടനകൾ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. മെത്രാപ്പോലിത്തൻ അരമനയിൽ മാർ ആവ തൃതീയൻ കത്തോലിക്കാസ് പാത്രിയർക്കീസിന്റെ അധ്യക്ഷതയിൽ ക്ലർജി കൌൺസിലും ചേർന്നു. സിനഡ് സെക്രട്ടറി മാർ ബെന്യാമിൻ ഏലിയ, മാർ പൌലോസ് ബെഞ്ചമിൻ എന്നിവരും പങ്കെടുത്തു. വൈകിട്ട് സെമിനാരി, ആശുപത്രി, കോൺവെന്റ് സന്ദർശനങ്ങൾ നടന്നു. പറവട്ടാനി മാർ അദ്ദായി ശ്ലീഹ പള്ളിയിൽ വിശുദ്ധ കുർബാനയും പെരുന്നാളും ഞായറാഴ്ച നടക്കും. വൈകിട്ട് 4-ന് കാൽഡിയൻ സെന്ററിൽ സഭാ കൌൺസിൽ അംഗങ്ങൾ, ഇടവകകളിലെ ട്രസ്റ്റിമാർ, സൺഡേ സ്കൂൾ അധ്യാപകർ, വിവിധ സംഘടനകളുടെ ഭാരവാഹികൾ എന്നിവരുമായി കൂടിക്കാഴ്ചയും നടക്കും. And there is Dr. Johann Joseph, our Episcopal, and there is Paulus Benjamin, our Episcopal from Eastern USA, based at Chicago. And there is Benjamin Elia, Assyrian Church of the East from Victoria and New Zealand. All other dignitaries. സംബന്ധിച്ചിടത്തോളം നമ്മുടെ മക്കാറിയോസ് പിതാവ് മാർത്തോമ സിറിയൻ ചർച്ച്, ഇവിടെ ആൻഡ്രൂസ് താഴത്ത് പിതാവ് എൻ്റെ വലിയ സ്നേഹിതനാണ് സോളവി. അദ്ദേഹം മലബാർ അല്ലെങ്കിൽ സിറിയൻ, മലബാർ സിറോ മലബാർ സിറിയൻ ചർച്ച്, നമ്മളുടെ പ്രിയപ്പെട്ട തോഴിയൂർ സ്വതന്ത്ര സുറിയാനി സഭ സിറിയൻ ചർച്ച്, ഞാൻ കിനാനായ സിറിയൻ ചർച്ച്, ഇവിടെ നിന്ന് പോയത്. പ്രിയപ്പെട്ട പിതാക്കന്മാരെല്ലാം വേദിയിൽ ഇരുത്തിയിരിക്കുന്നു. അവരെ കേൾക്കാതെ ഒരാശംസ നേർന്ന് പോകേണ്ടി വരുന്നത് കേരളത്തെ മാത്രമല്ല തൃശ്ശൂരിനെ പ്രത്യേകിച്ച് എത്തിച്ച മുണ്ടത്തിക്കോട്ടെ പടക്കപ്പുരയുടെ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് 2 പേരുടെ ഇതുവരെ തിരിച്ചറിയാത്ത മൃതശരീരങ്ങൾ എന്നാൽ DNA ടെസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ തിരിച്ചറിഞ്ഞവരെ ബന്ധപ്പെട്ടവർക്ക് കൈമാറി സംസ്കരിക്കാനുള്ള ചടങ്ങ് നടക്കുക. ഒഫീഷ്യൽ തലത്തിൽ തന്നെ അവിടെ എത്തിച്ചേരണം എന്നുള്ളതുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന് നിങ്ങളെല്ലാവരെയും കണ്ട് ഏറ്റവും അഭിനന്ദനായിട്ടുള്ള. Since I was the president of the Catholic Bishops' Conference of India and just relieved of that office in February, I felicitate you as the head of the Catholic Syrian Church of the East, the Assyrian Church of the East in Iraq. We have in India 3 Catholic churches, flagship Syro Malabar and Syro Malankara, with about 2.35 billion Catholics. And on behalf of the Archdiocese of Kitchur, with about 450,000 Catholics, we wish you every best. രോഗിയുമായി ആശുപത്രിയിലേക്ക് പോയ ആംബുലൻസ് നിയന്ത്രണം തെറ്റി വീടിന്റെ മതിലിടിച്ചു കയറ്റി അപകടം. മണ്ണുത്തി മുക്കാട്ടുകര റോഡിലാണ് അപകടം നടന്നത്. മണ്ണുത്തിയിൽ നിന്ന് രോഗിയുമായി തൃശൂരിലേക്ക് പോയ ആംബുലൻസിന്റെ എതിർദിശയിൽ നിന്നും അശ്രദ്ധമായി വന്ന കാറിൽ ഇടിക്കാതിരിക്കാൻ ആംബുലൻസ് വെട്ടിച്ചു മാറ്റിയപ്പോൾ നിയന്ത്രണം തെറ്റി സമീപത്തെ വീടിന്റെ മതിലിൽ ഇടിച്ചു കയറുകയായിരുന്നു. കൂടാതെ ആംബുലൻസ് മറ്റൊരു കാറിലും ഇടിച്ചു. രോഗിയെ മണ്ണുത്തി ഹൈവേ പോലീസിന്റെ ആംബുലൻസിൽ ആശുപത്രിയിൽ എത്തിച്ചു. പരിശീലനം പൂർത്തിയാക്കിയ 60 സബ് ഇൻസ്പെക്ടർമാരുടെ കൂടെ പോലീസ് സേനയിലേക്ക് പരിശീലനാർത്ഥികളുടെ പാസിംഗ് ഔട്ട് പരേഡ് നടത്തി. തൃശൂർ കേരള പോലീസ് അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ 32A ബാച്ചിലെ 60 സബ് ഇൻസ്പെക്ടർ പരിശീലനാർത്ഥികളുടെ പാസിംഗ് ഔട്ട് പരേഡ് കേരള പോലീസ് അക്കാദമി മുഖ്യ പരേഡ് ഗ്രൗണ്ടിൽ നടന്നു. സംസ്ഥാന പോലീസ് മേധാവി റവാഡ ആസാദ് ചന്ദ്രശേഖർ മുഖ്യ അതിഥിയായി.
കേഡറ്റുകളുടെ അഭിവാദ്യം സ്വീകരിച്ചു. അക്കാദമി ഡയറക്ടർ സേതുരാമനും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും സന്നിഹിതരായിരുന്നു. അക്കാദമി അസിസ്റ്റന്റ് ഡയറക്ടർ CP അജിത് കുമാർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയവർക്ക് സംസ്ഥാന പോലീസ് മേധാവി ട്രോഫികൾ നൽകി. ബെസ്റ്റ് ഔട്ട്ഡോറും ബെസ്റ്റ് ഷൂട്ടറുമായി MP നവനീത്, ബെസ്റ്റ് ഇൻഡോറായി KP കീർത്തന, ബെസ്റ്റ് ഓൾറൗണ്ടറായി ബേസിൽ പോൾ എന്നിവരും തിരഞ്ഞെടുക്കപ്പെട്ടു. KAP 2 ബറ്റാലിയൻ ബാൻഡ് മാസ്റ്റർ സബ് ഇൻസ്പെക്ടർ PV സുഭേഷ്, KAP 3 ബറ്റാലിയൻ ബാൻഡ് മാസ്റ്റർ സബ് ഇൻസ്പെക്ടർ MK ശശി എന്നിവരുടെ നേതൃത്വത്തിൽ ബാൻഡ് സംഘം പരേഡിന് താളവാദ്യ അകമ്പടി സേവിച്ചു. 2025 ഏപ്രിൽ 3-നാണ് 32A ബാച്ച് പോലീസ് സബ് ഇൻസ്പെക്ടർമാരുടെ പരിശീലനം കേരള പോലീസ് അക്കാദമിയിൽ ആരംഭിച്ചത്. ഒരു വർഷക്കാലത്തെ അടിസ്ഥാന പരിശീലനത്തിന്റെ ഭാഗമായി ഇവർക്ക് ഔട്ട്ഡോർ വിഭാഗത്തിൽ പരേഡ്, ശാരീരിക ക്ഷമതാ പരിശീലനം എന്നിവയ്ക്ക് പുറമെ ഷീൽഡ് ആൻഡ് ലത്തി ഡ്രിൽ, 1 മിനിറ്റ് ഡ്രിൽ, സെറിമോണിയൽ ഡ്രിൽ, സ്വാഡ് ഡ്രിൽ, കെയിൻ ഡ്രിൽ, മോബ് ഓപ്പറേഷൻ, ഒബ്സ്റ്റക്കിൾ കോഴ്സ്, ഫീൽഡ് ക്രാഫ്റ്റ് ആൻഡ് മാപ്പ് റീഡിംഗ്, ബോംബ് ഡിറ്റക്ഷൻ ആൻഡ് ഡിസ്പോസൽ, കരാട്ടെ, യോഗ, നീന്തൽ, ഡ്രൈവിംഗ് എന്നിവയിലും വിദഗ്ധ പരിശീലനം നൽകി. സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പിന്റെ കീഴിൽ കമാൻഡോ ട്രെയിനിംഗ്, ഹൈ ആൾട്ടിറ്റ്യൂഡ് ട്രെയിനിംഗ്, കോസ്റ്റൽ സെക്യൂരിറ്റി ട്രെയിനിംഗ് എന്നിവയിലും അത്യാധുനിക ആയുധങ്ങളായ AK-47, ഥാർ, ഇൻസാസ്, SLR, MLG, ഗ്ലോക്ക് പിസ്റ്റൾ, 9mm പിസ്റ്റൾ, കാർബൈൻ എന്നിവയിൽ ഫയറിംഗ് പരിശീലനവും നൽകിയിട്ടുണ്ട്. ഇൻഡോർ വിഭാഗത്തിൽ ഇന്ത്യൻ ഭരണഘടന, ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ അധിനിയം, മറ്റ് നിയമങ്ങൾ, പോലീസ് സ്റ്റേഷൻ മാനേജ്മെന്റ്, ട്രാഫിക് മാനേജ്മെന്റ്, കേസ് അന്വേഷണം, VIP ബന്ദോബസ്ത്, ഇന്റേണൽ സെക്യൂരിറ്റി, ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ഫോറൻസിക് സയൻസ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇൻ പോലീസിംഗ്, ഫോറൻസിക് മെഡിസിൻ, കമ്പ്യൂട്ടർ, സൈബർ കുറ്റകൃത്യങ്ങൾ, ക്രിമിനോളജി, പീനോളജി, വിക്ടിമോളജി, സ്ത്രീകൾ, കുട്ടികൾ, മുതിർന്ന പൗരന്മാർ, ജെൻഡർ ന്യൂട്രൽ തുടങ്ങിയവരോടുള്ള പെരുമാറ്റം, പരിസ്ഥിതിക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ തടയൽ, ഫസ്റ്റ് എയ്ഡ് തുടങ്ങിയ വിഷയങ്ങളിൽ ക്ലാസ് റൂം പരിശീലനം നൽകിയിട്ടുണ്ട്. പ്രളയക്കെടുതികൾ പോലുള്ള ദുരന്തങ്ങളിൽ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന വിഷയത്തിൽ നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സിലെ വിദഗ്ധർ പ്രായോഗിക പരിശീലനം നൽകി. കോസ്റ്റൽ സെക്യൂരിറ്റി പ്രായോഗിക പരിശീലനം കൊച്ചി നേവൽ ബേസിലും നൽകിയിരുന്നു. അരീക്കോട് SOG ക്യാമ്പിൽ 15 ദിവസത്തെ ഭീകരവിരുദ്ധ പരിശീലനവും കുട്ടിക്കാനത്ത് 5 ദിവസത്തെ ഹൈ ആൾട്ടിറ്റ്യൂഡ് പരിശീലനവും നൽകി. പൊതുജനങ്ങളോടുള്ള പെരുമാറ്റം മെച്ചപ്പെടുത്താനും പോലീസിന്റെ ആപ്തവാക്യമായ മൃദുഭാവേ ദൃഢകൃത്യേ അന്വർത്ഥമാക്കാനും നൽകുന്ന പരിശീലനങ്ങളാണ് നൽകിയത്. 60 പരിശീലനാർത്ഥികളിൽ 47 പുരുഷന്മാർ, 13 വനിതകളും ഉൾപ്പെടുന്നു. 13 പേർ വിവാഹിതരാണ്. പരിശീലനം പൂർത്തിയാക്കി കേരള പോലീസിന്റെ ഭാഗമാകുന്ന 32 ബാച്ചിലും ഉന്നത വിദ്യാഭ്യാസം നേടിയിട്ടുള്ള നിരവധി പേരാണ് ഉൾപ്പെടുന്നത്. വാണിജ്യ പാചകവാതക സിലിണ്ടറുകളുടെ വർധനവിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്തെ ഹോട്ടലുകൾ ഈ മാസം 6-ന് അടച്ചിട്ട് പ്രതിഷേധിക്കുമെന്ന് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ. ചേരുംകുഴി സെന്റ് ജോസഫ് ദേവാലയത്തിൽ മാർ യൗസേപ്പിതാവിന്റെ ലില്ലി തിരുനാൾ ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. ഏപ്രിൽ 30, മെയ് 1, വ്യാഴം, വെള്ളി തീയതികളിലാണ് തിരുനാൾ ആഘോഷം സംഘടിപ്പിച്ചത്. തിരുനാൾ ദിനമായി വെള്ളിയാഴ്ച ലതീഞ്ഞ്, നൊവേന, വിശുദ്ധ കുർബാന, പ്രസുതന്തി വാഴ്ച ചടങ്ങുകൾ നടത്തി. ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ സനിൽ കുറ്റിപ്പുഴക്കാരൻ മുഖ്യ കാർമ്മികനായി. ഫാദർ ജെറിൻ കിളിയന്തറ തിരുനാൾ സന്ദേശം നൽകി. ഫാദർ ഷിൻഡോ തോമ്പിയിൽ സഹകാർമ്മികത്വം വഹിച്ചു. ചേരുംകുഴി സെന്റർ കുരിശുപള്ളിയിലേക്ക് ഭക്തിസാന്ദ്രമായ പ്രദക്ഷിണം നടന്നു. ചടങ്ങുകൾക്ക് പള്ളി വികാരി സെബി കവലക്കാട്ട്, പള്ളി കമ്മിറ്റി ഭാരവാഹികളായ ലൂക്ക ഏലന്താനത്ത്, ജോജി കുന്നത്ത്, ബിനു ചിറക്കുഴി, മാനുവേൽ കീഴ്പള്ളിക്കുടി, ജോയ് ആനിക്കാട്ട്, സജി കോട്ടൂർ എന്നിവർ നേതൃത്വം നൽകി. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 13-ാം അധ്യായം 53 മുതലുള്ള തിരുവചനങ്ങൾ. യേശു ഈ ഉപമകൾ അവസാനിപ്പിച്ച ശേഷം അവിടെ നിന്ന് പുറപ്പെട്ട് സ്വദേശത്ത് വന്ന് അവരുടെ
ഒല്ലൂക്കര സെന്റ് ജോസഫ് ചർച്ചിൽ വിശുദ്ധ ഔസേ പിതാവിന്റെയും സെബസ്റ്റ്യാനോസിന്റെയും സംയുക്ത തിരുനാളിന്റെ സ്വിച്ച് ഓൺ കർമ്മം മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ നിർവഹിച്ചു. വെള്ളിയാഴ്ച കുർബാനയ്ക്ക് ശേഷം മേയർ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. കൌൺസിലർ സൗമ്യ പ്രതീഷ് പങ്കെടുത്തു. വികാരി ഫാദർ ഇട്ടിച്ചൻ കുരിശ്ശേരി, കൈക്കാരന്മാരായ സെബാസ്റ്റ്യൻ KF, ഷൈജു പുല്ലൻ, ടിറ്റോ ഫ്രാൻസിസ്, ആന്റണി പുലിക്കോട്ടിൽ, തിരുനാൾ കൺവീനർമാരായ PS പ്രതീഷ്, പബ്ലിസിറ്റി കൺവീനർ ഇഗ്നേഷ്യസ് കൊമ്പൻ എന്നിവർ നേതൃത്വം നൽകി. ഈ ദീപാലങ്കാരത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് പ്രകാശമാകാൻ സാധിക്കട്ടെ എന്നൊരു സന്ദേശം കൂടി ഈ ദീപാലങ്കാരത്തിന്, ഓരോ പള്ളിയുടെയും തിരുനാളോടനുബന്ധിച്ചുള്ള ദീപാലങ്കാരത്തിനുണ്ട്. ഇനിയുള്ള ദിവസങ്ങൾ ആഘോഷത്തിന്റെ ദിവസങ്ങളാണ്. ഓരോ തിരുനാളും നമ്മുടെ കൂട്ടായ്മയുടെ, സ്നേഹത്തിന്റെ, സന്തോഷത്തിന്റെ സന്ദേശമാണ് വിളിച്ചോതുന്നത്. എല്ലാവർക്കും ഏറ്റവും സ്നേഹത്തോടെ സന്തോഷത്തോടെ തിരുനാൾ ആശംസകൾ നേർന്നുകൊണ്ട് നിങ്ങളുടെ എല്ലാ ഇടവേള. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും. ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് MediPlus Diagnostics, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ, പ്രണയ നൈരാശ്യം? മൂട്ടിയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ്.
റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞു കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വാർത്തകൾ തുടരുന്നു. മച്ചാട് കാര്യാട് സെന്റ് സെബാസ്റ്റ്യൻ കുടുംബ കൂട്ടായ്മ വാർഷികം ഇടവക വികാരി ഫാദർ ജോജോ എടത്തുരുത്തി ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് CU വിൻഡോ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി റൈനി ആന്റണി റിപ്പോർട്ട് അവതരിപ്പിച്ചു. ട്രഷറർ വിൻസെന്റ് അറക്കൽ വരവ് ചെലവ് കണക്ക് വായിച്ചു. സിസ്റ്റർ കാതറിൻ, സിസ്റ്റർ ജീൻസ് മരിയ എന്നിവർ അനുഗ്രഹ പ്രഭാഷണം നടത്തി. കേന്ദ്രസമിതി പ്രസിഡന്റ് ജോജു എലുവത്തിങ്കൽ, കൈക്കാരൻ ചാൾസ് ആലപ്പാട്ട്, സ്മിഷ വിൻസെന്റ്, വിനു പീറ്റർ, ലിയ വിൻജോ, ശോഭ സേവ്യർ എന്നിവർ പ്രസംഗിച്ചു. വിവിധ കലാപരിപാടികളും സ്നേഹവിരുന്നും നടന്നു. അന്താരാഷ്ട്ര തൊഴിൽ ദിനത്തോടനുബന്ധിച്ച് ഹെഡ്ലോഡ് യൂണിയൻ CITU പാണഞ്ചേരി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെയ് ദിനം ആചരിച്ചു. പട്ടിക്കാട് സെന്ററിൽ നടന്ന പരിപാടി യൂണിയൻ മേഖലാ സെക്രട്ടറി PV സുദേവൻ പതാക ഉയർത്തി തൊഴിലാളി ദിന സന്ദേശം നൽകി. രാജ്യം വീണ്ടും ഒരു തൊഴിലാളി ദിനം ആചരിക്കുമ്പോൾ രാജ്യത്തെ തൊഴിലാളികളെയും തൊഴിലാളി സംഘടനകളെയും ഇല്ലായ്മ ചെയ്യുന്ന നടപടികളുമായി നരേന്ദ്രമോദി ഭരിക്കുന്ന കേന്ദ്ര സർക്കാർ മുന്നോട്ടു പോവുകയാണെന്നും ഇത് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തകർക്കുമെന്നും PV സുദേവൻ പറഞ്ഞു. യൂണിറ്റ് പ്രസിഡന്റ് അജി ദേവസി സ്വാഗതം ആശംസിച്ചു. മേഖലാ പ്രസിഡന്റ് ബിജു വർഗീസ് അധ്യക്ഷത വഹിച്ചു. ഉടലിൽ ചോര തിളച്ചു
തിളച്ചുയരട്ടെ, ഉടലിൽ ചോര തിളച്ചുയരട്ടെ, ഉടലിൽ ചോര തിളച്ചുയരട്ടെ, ഉടലിൽ ചോര തിളച്ചുയരട്ടെ, മണലിൽ ചോരച്ചാൽ ഒഴുകട്ടെ, മണലിൽ ചോരച്ചാൽ ഒഴുകട്ടെ, മണലിൽ ചോരച്ചാൽ ഒഴുകട്ടെ, മണലിൽ ചോരച്ചാൽ ഒഴുകട്ടെ, ചാലുകൾ ചേർന്നൊരു പുഴയാകട്ടെ, ചാലുകൾ ചേർന്നൊരു പുഴയാകട്ടെ, ചാലുകൾ ചേർന്നൊരു പുഴയാകട്ടെ, ചാലുകൾ ചേർന്നൊരു പുഴയാകട്ടെ, പുഴയോ വലിയൊരു കടലാകട്ടെ, പുഴയോ വലിയൊരു കടലാകട്ടെ, പുഴയോ വലിയൊരു കടലാകട്ടെ, പുഴയോ വലിയൊരു കടലാകട്ടെ, ആർത്തിരമ്പും കടലിനെ നോക്കി, ആർത്തിരമ്പും കടലിനെ നോക്കി, ആർത്തിരമ്പും കടലിനെ നോക്കി, ആർത്തിരമ്പും കടലിനെ നോക്കി, വേട്ടപ്പട്ടി കുരയ്ക്കട്ടെ, വേട്ടപ്പട്ടി കുരയ്ക്കട്ടെ, വേട്ടപ്പട്ടി കുരയ്ക്കട്ടെ, വേട്ടപ്പട്ടി കുരയ്ക്കട്ടെ. ഇത് ലോകത്തിൽ ഇന്ന് ഏറ്റവും നന്നായി തൊഴിലാളികൾക്ക് വേണ്ടി ആചരിക്കുന്ന ഒരു ദിവസമാണ് മെയ് 1. ആദ്യകാലത്ത് അമേരിക്കയിലെ ചിക്കാഗോയിൽ വെച്ച് സമരം നടത്തി നൂറുകണക്കിന് തൊഴിലാളികളുടെ ജീവൻ വെടിഞ്ഞ ദിവസമാണെന്നും മെയ് 1. ഇപ്പോൾ തന്നെ നമ്മുടെ രാജ്യത്ത്, അതായത് തൊഴിലാളി വർഗത്തെ അടിച്ചമർത്തുന്ന ഒരു നയമാണ് ഇപ്പോഴത്തെ കേന്ദ്ര ഗവൺമെൻറ് ഭരിക്കുന്ന BJP സർക്കാർ ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ദിവസം തന്നെ ഈ കഴിഞ്ഞ നാളുകളിലായിട്ട് UP-യിൽ, അതായത് BJP-യുടെ ഏറ്റവും വലിയ നേതൃത്വം ഭരിക്കുന്ന സ്റ്റേറ്റായ UP-യിലെ നോയിഡയിൽ കുറേ ദിവസങ്ങളായി അവിടെ അധ്വാനിക്കുന്ന വർഗത്തിന് ശരിയായ രീതിയിൽ അർഹതപ്പെട്ട കൂലി കൊടുക്കുന്നില്ല എന്നുള്ള രീതിയിൽ നമ്മൾ അവിടെ ഏറ്റവും നല്ല രീതിയിൽ CITUവിൻ്റെ നേതൃത്വത്തിലും മറ്റ് നമ്മൾ തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിലും വലിയ സമരം നടത്തിക്കൊണ്ടിരിക്കുക. അതിനെതിരെ അവിടുത്തെ സഖാക്കളെ, അതുപോലെ തന്നെ നമ്മുടെ വളരെയധികം ചെറുപ്പക്കാരായ തൊഴിലാളികളെ വരെ അവിടുത്തെ BJP സർക്കാർ ജയിലിലടക്കിയിട്ടുണ്ടായി. നമ്മുടെ CITUവിൻ്റെ നേതൃത്വം അതിൽ വിപുലമായി ഇടപെട്ടുകൊണ്ടിരിക്കുക. ഈ ദിവസങ്ങളിൽ തന്നെയാണ് നമ്മളിന്ന് സർവ്വദേശീയ തൊഴിലാളി ദിനം നമ്മൾ മെയ് 1 ആചരിക്കുന്നത്. ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, കഴിഞ്ഞ കാലഘട്ടത്തേക്കാൾ ഉപരി നമ്മൾ തൊഴിലാളി ഐക്യത്തിന് വേണ്ടി ഒന്നും കൂടി നമ്മൾ വർഗസമരം മുന്നോട്ട് ഒന്നും കൂടി നടത്തേണ്ട കാലഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. തെരഞ്ഞെടുപ്പ് ഫലം വരും മുൻപേ മുന്നണികളുടെ വിജയഗാനം സോഷ്യൽ മീഡിയകളിൽ തരംഗമാകുന്നു. ട്രെൻഡ് ഗാനങ്ങളിൽ വിജയമുറപ്പിച്ച മുന്നണികൾ. ജനഹിതം പെട്ടിയിലായിട്ട് ദിവസങ്ങളായി. മെയ് 4-ന് അറിയാം കേരളം ആര് ഭരിക്കുമെന്ന്. തുടർ ഭരണമാണോ, തിരിച്ചെത്തലാണോ, തിരുത്തലുകളാണോ? മെയ് 4-ന് അറിയാം. ആര് ജയിച്ചാലും അധികാരത്തിൽ വന്നാലും ആഹ്ലാദിക്കാനും വിജയഗാനം തയ്യാറായി കഴിഞ്ഞു. വർഷങ്ങളായി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന അബ്ദുൾ ഖാദർ കാക്കനാടാണ് ഈ വിജയഗാനങ്ങൾ തയ്യാറാക്കിയത്. LDF-നും UDF-നും വേണ്ടിയുള്ള പാട്ടുകളാണ് തയ്യാറായി കഴിഞ്ഞത്. വിജയാഘോഷ പരിപാടികളിൽ ഈ ഗാനങ്ങൾ അണികൾ കേറ്റുപാടാം. ഇപ്രാവശ്യത്തെ ജനവിധി വരുമ്പോൾ തുടർ ഭരണം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ LDF-ഉം 100 സീറ്റുകൾ സ്വന്തമാക്കി ഭരണം തിരികെ പിടിക്കുമെന്ന പ്രതീക്ഷയിൽ UDF-ഉം ഉറച്ചു നിൽക്കുന്നു. നിലവിൽ സ്ഥാനാർത്ഥികളുടെ പേരുകൾ ഒഴിവാക്കി പൊതുവെയുള്ള ഗാനങ്ങളാണ് പുറത്തിറക്കിയിരിക്കുന്നത്. പ്രധാന സമകാലിക വിഷയങ്ങളും പാട്ടിന്റെ വരികളിലൂടെ കടന്നുവരുന്നു. ആക്ഷേപഹാസ്യത്തിലൂടെയാണ് രചനയും നിർവഹിച്ചിരിക്കുന്നത്. ഓരോ മണ്ഡലത്തിലെയും സ്ഥാനാർത്ഥികൾക്ക് ആവശ്യമായ പാട്ടുകളും അണിയറയിലുണ്ട്. പക്ഷേ പുറത്തിറക്കണമെങ്കിൽ മെയ് 4 വരെ കാത്തിരിക്കേണ്ടതുണ്ട്. ഇലക്ഷന്റെ വിധി വരുമ്പോൾ ആഹ്ലാദ പ്രകടനത്തിന് ഉപയോഗിക്കാനുള്ള വിജയാഹ്ലാദത്തിനുള്ള ഗാനങ്ങളുടെ റെക്കോർഡിംഗ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്രാവശ്യം സംബന്ധിച്ചിടത്തോളം LDF ജയിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് അവര്. UDF ആണെങ്കിൽ 100 സീറ്റോളം പിടിച്ച് അവർ നേടുമെന്ന് അവരും വിശ്വസിക്കുന്നു. അപ്പൊ നമ്മളെ തേടി വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിവിധ മുന്നണി സ്ഥാനാർത്ഥികൾ ഞങ്ങളുടെ പേര് വെച്ച് പാട്ട് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോ പുറത്തേക്ക് വിടുന്നത് സ്ഥാനാർത്ഥികളുടെ പേരുള്ള പാട്ടല്ല. സ്ഥാനാർത്ഥികളുടെ പേര് വെച്ചുള്ള പാട്ടുകളൊക്കെ നമ്മൾ രഹസ്യമായിട്ടാണ് ചെയ്യുന്നത്. എന്നാൽ കോമൺ ആയിട്ട് ഇപ്പൊ LDF ജയിക്കുമെന്ന് LDF പറയുന്നു, UDF ജയിക്കുമെന്ന് UDF-ഉം പറയുന്നു. അപ്പൊ ഇവരുടെ കോമൺ ആയിട്ടുള്ള സോങ്ങുകൾ ഇവിടെ ഭരണം കിട്ടിയെന്നും രണ്ട് മുന്നണികളും അവകാശപ്പെടുന്ന അത്തരത്തിലുള്ള കോമൺ സോങ്ങുകളാണ് ഇപ്പൊ പുറത്തേക്ക് വിടുന്നത്. ബാക്കി സ്ഥാനാർത്ഥിയുടെ പേരുള്ള പാട്ടുകൾ വിധി വന്നതിന് ശേഷം മാത്രമേ നമ്മൾ പുറത്തേക്ക് വിടുള്ളൂ. കാരണം കഴിഞ്ഞ 1/4 നൂറ്റാണ്ടായിട്ട് ഇപ്പൊ ഇലക്ഷൻ പ്രചരണ പാരഡി ഗാനരംഗവും അതുപോലെ വിജയാഹ്ലാദ പ്രകടന ഗാനങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഞാൻ പ്രവർത്തിക്കുന്നതുകൊണ്ട് നമ്മളെ വിശ്വാസത്തിലെടുത്തിരിക്കുന്ന സ്ഥാനാർത്ഥിമാരോട് നമ്മൾ കൊടുക്കുന്ന ഒരു നീതിയാണത്. അപ്പൊ പാട്ടുകൾ ആ ഫൈനൽ സ്റ്റേജിലായിരിക്കും പുറത്തു വരുന്നത്. എന്നാൽ LDF-ന്റെയും UDF-ന്റെയും ഒരു കോമൺ ഗാനങ്ങൾ നമ്മളിപ്പോൾ പുറത്തേക്ക് വിടുകയാണ്. ഈ പാട്ടിന്റെ ആശയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമകാലിക വിഷയങ്ങൾ, പ്രത്യേകിച്ച് ഇപ്പൊ ഈ കേരളത്തിലുള്ള എല്ലാ വിവാദ വിഷയങ്ങളും പാട്ടിന്റെ വരികളിലൂടെ കടന്നു വരുന്നുണ്ട്. അല്പം ആക്ഷേപഹാസ്യത്തിലൂടെയാണ് പാട്ട് രചന നിർവഹിച്ചിരിക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, ഈ വിജയാഹ്ലാദത്തിന് ഉപയോഗിക്കുമ്പോൾ ഒരു ഓളം വേണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ആശയം വേണം. അതുകൊണ്ടാണ്. അതിനിപ്പോ ആര് പൊങ്കാല ഇട്ടിട്ടും കാര്യമില്ല. കാരണം നമ്മൾ നമ്മുടെ ജോലിയുടെ ഭാഗം, നമുക്ക് ആര് പൈസ തരുന്ന അവരോട് നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നു, അത്രമാത്രം.
നാട്ടിൽ വോട്ടെണ്ണിട്ട് ഒന്നാമതായി UDF ആണ്. കോൺഗ്രസ് തരംഗമായി കേരളത്തിൽ മുന്നേറുവാണ്. ഞങ്ങൾ മലയാള മക്കൾക്കിതാ നന്ദി ചൊല്ലുന്നേ. ഐക്യമുന്നണി വിജയിച്ചിരാ. സംഘി വർഗീയത കേരളത്തിൽ ചൊല്ലുന്നു സുല്ല്. ഇരട്ടച്ചങ്കൻ വാഴും LDF-ൽ തോറ്റതിൽ തല്ല്. ഇവിടെ സ്നേഹത്തിൻ കട രാഹുൽ തുറന്നു. ഇനി നമുക്ക് കൂട്ടാം പിണറായിതൻ അണ്ടർവേൾഡ്. വെൽഡൻ രാഹുൽജി, വെൽഡൻ ഖാർഗെജി, വെൽഡൻ VDG KSG രമേശ്ജി. വെൽഡൻ രാഹുൽജി, വെൽഡൻ ഖാർഗെജി, വെൽഡൻ VDG KSG രമേശ്ജി. കിഴക്കുംപാട്ടുകര 21 ഡിവിഷന്റെ നേതൃത്വത്തിൽ ഓർഗാനിക് കമ്പോസ്റ്റിംഗ് ബിൻ വിതരണം മേയർ ഉദ്ഘാടനം ചെയ്തു. കിഴക്കുംപാട്ടുകര ടോക്സ് അക്കാദമി കിഴക്കേ സൂര്യഗ്രാമം നടത്തിയ പരിപാടിയിൽ ഡിവിഷൻ പരിധിയിലെ 350ഓളം പേർക്കാണ് കമ്പോസ്റ്റിംഗ് ബിൻ വിതരണം ചെയ്തത്. വീട്ടിലെ മാലിന്യങ്ങൾ ജൈവ രീതിയിൽ സംസ്കരിക്കാനും കമ്പോസ്റ്റ് വളമാക്കി മാറ്റാനും വേണ്ടിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. കാൽപന്ത് കളിയുടെ പെരും കളിയാട്ടം അഖില കേരള സെവൻസ് ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റ് മെയ് 3 മുതൽ 9 വരെ. ഡോൺ ബോസ്കോ യൂത്ത് സെന്റർ സംഘടിപ്പിക്കുന്ന ഫുട്ബോൾ ടൂർണമെന്റ് കേരളത്തിലെ 8 മികച്ച ഫുട്ബോൾ ടീമുകൾ മാറ്റുരയ്ക്കുന്ന മാമാങ്കം നേരിട്ട് കാണാൻ ജില്ലയിലെ എല്ലാ ഫുട്ബോൾ പ്രേമികളെയും സ്വാഗതം ചെയ്യുകയാണ്. പ്രവേശനം സൗജന്യമാണ്. തീപാറും പോരാട്ടങ്ങൾ മെയ് 3 മുതൽ 9 വരെ രാത്രി 8 മണിക്ക് ഒല്ലൂക്കര ഡോൺ ബോസ്കോ കോളേജ് പുൽമൈതാനിയിലേക്കാണ് സ്വാഗതം ചെയ്യുന്നത്. ടൂർണമെന്റ് ഉദ്ഘാടനം മുൻ ഇന്ത്യൻ താരം വിക്ടർ മഞ്ഞില നിർവഹിക്കും. മണ്ണുത്തി ഡോൺ ബോസ്കോ കോളേജിലെ യൂത്ത് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ മെയ് മാസം 3-ാം തീയതി മുതൽ 9-ാം തീയതി വരെ ബോസ്കോ കപ്പ് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് നടത്തപ്പെടുന്നു. കേരളത്തിലെ വിവിധ പ്രമുഖ ടീമുകൾ മാറ്റുരയ്ക്കുന്ന ഈ അവിസ്മരണീയ നിമിഷങ്ങളിലേക്ക് ഡോൺ ബോസ്കോ കോളേജിന്റെ പുൽ മൈതാനിലേക്ക് നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഈ ഫുട്ബോൾ മാമാങ്കത്തിന് എല്ലാ ആശംസകളും നേരുന്നു. തൊഴിൽ വാഗ്ദാനം ചെയ്ത് 4 ലക്ഷം രൂപ തട്ടിപ്പ് നടത്തിയ ആൾ പിടിയിൽ. കിഴക്കുംപാട്ടുകര സ്വദേശിയുടെ 4 ലക്ഷം രൂപ വാങ്ങി തട്ടിപ്പ് നടത്തിയ മാടക്കത്ര വെള്ളാനശ്ശേരി ബിനോയിയെ തൃശൂർ ഈസ്റ്റ് പോലീസ് പിടികൂടി. മണ്ണുത്തിയിലെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ ഡ്രൈവർ ജോലി തരപ്പെടുത്തി തരാമെന്ന വാഗ്ദാനമായിരുന്നു ഇയാൾ ചെയ്തിരുന്നത്. അക്കൗണ്ടിൽ നിന്ന് തുക ട്രാൻസ്ഫർ ചെയ്ത് നൽകി. ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നും സമാന രീതിയിൽ 11 ലക്ഷത്തോളം രൂപ തട്ടിപ്പ് നടത്തി ഇയാൾക്ക് ജാമ്യം കിട്ടിയിരുന്നു. തുടർന്നുള്ള അന്വേഷണത്തിലാണ് ഈസ്റ്റ് പോലീസ് അന്വേഷണ സംഘം ഗുരുവായൂരിൽ നിന്ന് പ്രതിയെ പിടികൂടുന്നത്. തൃശൂർ അസിസ്റ്റന്റ് കമ്മീഷണർ ശശിധരന്റെ നേതൃത്വത്തിൽ ഈസ്റ്റ് ഇൻസ്പെക്ടർ കിരൺ സി നായർ, സബ് ഇൻസ്പെക്ടർമാരായ റെജിൻ രാജ്, സുരേഷ് കുമാർ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ധനേഷ്, സിവിൽ പോലീസ് ഓഫീസർമാരായ അജ്മൽ, ഷിബിൻ എന്നിവർ ഉണ്ടായിരുന്നു. ഇടവേള. മൂവായിരം സ്ക്വയർ ഫീറ്റിൽ 3 നിലകളിലായി നവീകരിച്ച മണ്ണുത്തിയിലെ ഏറ്റവും വലിയ ബ്യൂട്ടി പാർലർ മാഗ്നോലിയ. മാഗ്നോലിയെ ഒരു വൻ വിജയമാക്കി മാറ്റിയ എല്ലാ പ്രിയ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇലക്ട്രോണിക് സ്കിൻ തെറാപ്പി, ഫിഷ് തെറാപ്പി തുടങ്ങി 26-ൽ പരം മാഗ്നോലിയ സ്പെഷ്യൽ തെറാപ്പിയുമായി അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ അണിയിച്ചൊരുക്കിയ മാഗ്നോലിയ ബ്യൂട്ടി പാർലറിലേക്ക് ഏവർക്കും സ്വാഗതം. മാഗ്നോലിയ ലേഡീസ് ബ്യൂട്ടി പാർലർ, കൊടുങ്ങല്ലൂർക്കാവ് അമ്പലത്തിന് സമീപം, മണ്ണുത്തി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി.
+2 വിദ്യാർത്ഥികളുടെ ശ്രദ്ധയ്ക്ക് മാർച്ച് 31 മുതൽ നീറ്റ് പരീക്ഷയുടെയും BSc നഴ്സിംഗ് കർണാടക പരീക്ഷയുടെയും എൻട്രൻസ് കോച്ചിംഗ് തികച്ചും സൗജന്യമായി നൽകുന്നു. കർണാടകയിലെ നവോദയ മെഡിക്കൽ കോളേജും തൃശൂരിലെ ലോഗോസ് അക്കാദമിയും സംയുക്തമായാണ് സൗജന്യ എൻട്രൻസ് പരിശീലനം നൽകുന്നത്. ഈ അവസരം പാഴാക്കാതിരിക്കാൻ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. ലോഗോസ് അക്കാദമി, ടെമ്പിൾ സ്ക്വയർ ബിൽഡിംഗ്, AR മേനോൻ റോഡ്, നായ്ക്കനാൽ, തൃശൂർ. ഫോൺ 9447063440, 9447063840. വാർത്തകൾ തുടരുന്നു. സ്വർണ്ണാഭരണ നിർമ്മാണശാലയിൽ നിന്ന് 22 ലക്ഷത്തിന് മുകളിൽ വില വരുന്ന സ്വർണവുമായി മുങ്ങിയ പ്രതിയെ മണിക്കൂറുകൾക്കുള്ളിൽ പിടികൂടി ഒല്ലൂർ പോലീസ്. അഞ്ചേരിയിലുള്ള സ്വർണ്ണാഭരണ നിർമ്മാണശാലയിൽ നിന്ന് സ്വർണവുമായി കടന്നുകളഞ്ഞ ബംഗാൾ സ്വദേശി ബരുൺ ജന എന്നയാളെ ചെന്നൈയിൽ നിന്നാണ് മണിക്കൂറുകൾക്കുള്ളിൽ ഒല്ലൂർ പോലീസ് പിടികൂടിയത്. സംഭവം നടന്ന വിവരം അറിഞ്ഞയുടൻ ഒല്ലൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ, സൈബർ സെല്ലിന്റെയും സഹായത്തോടെ ഉച്ചയോടെ വെസ്റ്റ് ബംഗാൾ സ്വദേശിയായ പ്രതിയുടെ സാന്നിധ്യം ഒറ്റപ്പാലം ഭാഗത്ത് കണ്ടെത്തി. ആ സമയത്ത് ഗോരഖ്പൂർ എക്സ്പ്രസ് തീവണ്ടിയുടെ സഞ്ചാരം മനസ്സിലാക്കി ഒല്ലൂർ സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ ജീസ് മാത്യുവും സിവിൽ പോലീസ് ഓഫീസർ നിരാജ് മോനും പിന്തുടർന്ന് പാലക്കാട്, കോയമ്പത്തൂർ, ട്രിച്ചി, സേലം സ്ഥലങ്ങളിലൂടെ റെയിൽവേ പോലീസിന്റെ സഹകരണത്തോടെ പ്രതിയെ ചെന്നൈയിൽ നിന്ന് സ്വർണ്ണമടക്കം പിടികൂടി അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. സിറ്റി പോലീസ് കമ്മീഷണറുടെ നിർദ്ദേശാനുസരണം ഒല്ലൂർ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ തോംസൺ KPയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. മുടിക്കോട് അടിപ്പാതയ്ക്ക് മുകളിലുള്ള ഗർഡറുകളിൽ മാർക്കിംഗ് ആരംഭിച്ചു. മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാത മുടിക്കോട് അടിപ്പാതയ്ക്ക് മുകളിൽ റോഡരികിൽ സ്ഥാപിച്ചിട്ടുള്ള കോൺക്രീറ്റ് ഗർഡറുകളിലാണ് മാർക്കിംഗ് ആരംഭിച്ചത്. ഡ്രൈവർമാർക്ക് എളുപ്പത്തിൽ കാണാവുന്ന തരത്തിൽ കറുപ്പും വെളുപ്പും നിറം ഉപയോഗിച്ചാണ് മാർക്കിടൽ. റോഡിൽ ട്രാക്ക് വരച്ച് മേൽപ്പാലത്തിൽ സ്ഥാപിച്ചിട്ടുള്ള വൈദ്യുതി കാലുകൾക്ക് കണക്ഷൻ നൽകുകയും ചെയ്താൽ മേൽപ്പാതയുടെ പണി പൂർണ്ണമായും അവസാനിക്കും. റോഡിൽ മാർക്കിംഗ് നടത്താൻ യന്ത്ര സംവിധാനം ഉപയോഗിക്കുമെങ്കിലും ഗർഡറുകളിൽ മാർക്ക് ചെയ്യാൻ പൂർണ്ണമായും മനുഷ്യാധ്വാനമാണ് ഉപയോഗിക്കുന്നത്. 10 ദിവസത്തിനുള്ളിൽ ഇരുപാതകളിലെയും മാർക്കിംഗ് പൂർണ്ണമായും പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് അധികൃതർ പറഞ്ഞു. നിലവിൽ അടിപ്പാതയ്ക്ക് മുകളിലൂടെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വാഹനങ്ങൾ കടത്തിവിടുന്നത്. പീച്ചി തെക്കേക്കുളം കുന്നുംപുറത്ത് പരേതനായ തോമസ് ഭാര്യ മറിയക്കുട്ടി അന്തരിച്ചു. 90 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. മക്കൾ പരേതനായ വിജുമോൻ, ഓമന, പരേതനായ തമ്പാൻ, മരുമക്കൾ ഷീല, ജോസ്, ജെസ്സി. കട്ടിലപ്പൂവും വായനശാല പ്രവർത്തകനും RR ഇലക്ട്രിക് ഉടമയുമായ വേമ്പനാട്ട് റോയ് നിര്യാതനായി. 55 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച കട്ടിലപ്പൂവം സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയിൽ നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ക്രിസ്ത്യൻ സഭകൾ കടന്നുപോകുന്നത് വലിയ വെല്ലുവിളികളോടെയെന്ന് മറാവ തൃതീയൻ. രോഗിയുമായി ആശുപത്രിയിലേക്ക് പോയ ആംബുലൻസ് നിയന്ത്രണം തെറ്റി വീടിന്റെ മതിലിൽ ഇടിച്ചുകയറ്റി അപകടം. നഴ്സുമാരുടെ ന്യായമായ തൊഴിൽ സമരത്തെ വർഗീയവൽക്കരിക്കുകയാണ് തൃശൂർ അതിരൂപതയെന്ന് യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ. പരിശീലനം പൂർത്തിയാക്കിയ 60 സബ് ഇൻസ്പെക്ടർമാരുടെ കൂടെ പോലീസ് സേനയിലേക്ക് പരിശീലനാർത്ഥികളുടെ പാസിംഗ് ഔട്ട് പരേഡ് നടത്തി. ഈ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.